ഹായ് എവരി വൺ. ഒരു സർക്കിളും ബോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് 2D ഷേപ്പാണ്, ഒന്ന് 3D ഷേപ്പാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് 2D ഷേപ്പുകളെ പറ്റി പഠിച്ചു. ഏതൊക്കെയാണ്? റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ. ഇന്ന് നമുക്ക് കുറച്ച് 3D ഷേപ്സുകളാണ് പരിചയപ്പെടേണ്ടത്. സോ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഒരുപാട് കളികളിൽ ഏർപ്പെടാറുണ്ട്. ഏതൊക്കെയാണ്? ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോള്, ബാസ്കറ്റ് ബോള്. ഇത്തരം കളികളൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഇതിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പന്ത്, ബോൾ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. ഈ ബോളിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു 3D ഷേപ്പാണ്, സ്ഫിയർ അഥവാ ഗോളാകൃതിയാണ്. ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ഇതിൽ എഡ്ജസും കോർണേഴ്സും ഒന്നും കാണുന്നില്ല, അഥവാ വക്കുകളും മൂലകളും ഒന്നും ഈ ബോളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും ഇതിന് ഒരു മുഖം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ കേന്ദ്രത്തിൽ നിന്ന്, അഥവാ ഈ ഗോളത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന്, ഇതിന്റെ പുറംഭാഗത്തുള്ള കേന്ദ്രമല്ല ഉദ്ദേശിച്ചത്, ഈ ബോളിനെ രണ്ട് കഷ്ണമാക്കിയാൽ ഇതിന്റെ സെന്റർ ഭാഗത്ത് വരുന്ന ആ മധ്യത്തിൽ നിന്ന് പുറം ഭാഗത്തേക്കുള്ള അകലങ്ങളൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഈ ഗോളത്തിന് ഒരു ഫേസ് മാത്രമേ ഉള്ളൂ, അഥവാ ഒരു മുഖം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രണ്ടാമത്തേത്, ഇതിന് എഡ്ജസോ കോർണേഴ്സോ ഒന്നുമില്ല, അതായത് വക്കുകളും മൂലകളും ഒന്നും നമ്മൾക്ക് ഗോളത്തിൽ കാണാൻ കഴിയില്ല. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, ഇതിന്റെ കേന്ദ്രത്തിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേ അകലമായിരിക്കും. കേന്ദ്രത്തിൽ നിന്ന് പുറം ഭാഗത്തേക്കുള്ള അകലം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ഇതാണ് സ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ക്യൂബ് പരിചയപ്പെടാം. ക്യൂബ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സ്ക്വയർ പഠിച്ചിരുന്നു. സ്ക്വയറിന്റെ ത്രിമാന രൂപം, 3D ജിയോമെട്രിക്കൽ ഷേപ്പാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഈ ക്യൂബ് നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈസ് ഉണ്ടല്ലോ, ഡൈസിൽ എത്ര വരെ നമുക്ക് അതിൽ എണ്ണാൻ കഴിയും? 6 വരെയാണ്. നമ്മൾ അത് ഉരുട്ടി കഴിഞ്ഞാൽ 6 വരെയാണ് മാക്സിമം നമുക്ക് നമ്പർ ലഭിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇതിനും എന്തുണ്ട്? 6 ഫേസ് ആണുള്ളത്, അഥവാ 6 മുഖങ്ങളാണ് ഇതിനും ഉള്ളത്. ഏതൊക്കെയാണ് ഇതിന്റെ വശങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഇതാണ്. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് 2, 3, പിന്നീട് 4, 5, പിന്നീട് 6. ഇങ്ങനെ 6 വശങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഈ 6 വശങ്ങളും ഒരുപോലെ സമചതുരമാണ്. എല്ലാ 6 വശങ്ങളും ഒരേ അളവുള്ള സമചതുരങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ഇതിന്റെ കോർണേഴ്സ് ആണ്, അഥവാ ഇതിന്റെ മൂലകൾ. ഒന്ന് നോക്കൂ. ഇതാണ് ഒരു കോർണർ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര കോർണറുകൾ ഈ ഭാഗത്ത് കാണാം? 1, 2, 3, 4 കോർണേഴ്സ് ഈ ഭാഗത്ത് കാണാം. അതേപോലെ തന്നെയാണ് ഇതിന്റെ ഈ സൈഡിലും 4 കോർണേഴ്സ് കാണാം. അപ്പൊ ആകെ 8 കോർണേഴ്സ് ആണുള്ളത്, 8 മൂലകളാണുള്ളത്. ഈ 8 കോർണേഴ്സും ഒരേ അളവുള്ള കോർണേഴ്സുമാണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിന്റെ വക്കുകൾ, എഡ്ജസ് എത്ര ഉണ്ട്? ഒന്ന്, ഈ ഭാഗത്ത് 4 എഡ്ജ് കാണാം. 1, 2, 3, 4 വക്കുകൾ കാണാം, എഡ്ജസ്. ഈ 4 ഇവിടെ കാണാം. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ 4 ഉണ്ട്. 1, 2, 3, 4 4 ഇവിടെയുണ്ട്. ഇനി ഇതിന്റെ ഈ ഭാഗത്ത് 1, 2, 3, 4. അപ്പോൾ 4 ഇവിടെയുള്ള 4, ആകെ 12 എഡ്ജുകളാണുള്ളത്, വക്കുകൾ. ഈ 12 എഡ്ജുകളും ഒരേ അളവായിരിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ക്യൂബിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. 12 എഡ്ജുകളാണുള്ളത്, 8 കോർണേഴ്സ് ആണുള്ളത്, 6 ഫേസുമാണുള്ളത്. ഈ 6 ഫേസ് ഉള്ളതും 6 ഫേസും സമചതുരമാണ്, ഒരേ അളവാണ്. 12 എഡ്ജസ് എന്ന് പറയുന്ന 12 വക്കുകളും ഒരേ അളവാണ്. എല്ലാ കോർണേഴ്സും ഒരേ അളവാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ നമുക്ക് ഒരു പോയിന്റ് ബേസിൽ നോക്കാം. ഒന്നാമത്തേത് 6 വശങ്ങളും 8 കോർണേഴ്സും അതുപോലെ തന്നെ 12 വക്കുകളുമുള്ള ഒരു 3D ജിയോമെട്രിക്കൽ ഷേപ്പാണ് എന്നതാണ് ക്യൂബിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേത്, ഈ 6 ഫേസും അഥവാ 6 മുഖങ്ങളും തുല്യവും സമചതുരങ്ങളുമായിരിക്കും എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 12 എഡ്ജസ് അഥവാ 12 വക്കുകളും തുല്യ അളവായിരിക്കും എന്നതാണ് അതിന്റെ മൂന്നാമത്തെ പ്രത്യേകത. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ക്യൂബോയിഡ് അഥവാ ചതുരക്കട്ടയാണ്. ചതുരക്കട്ട നിങ്ങൾക്ക് കാണാം. ഈ ചതുരക്കട്ടയുടെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 വശങ്ങളും, 6 വശം എന്ന് പറയുന്നത് 1, 2,
പിന്നെ ഇവിടെ 3, 4, 5, 6 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ 8 കോർണേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോർണർ ഇവിടെ, 2, 3, 4. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 1, 2, 3, 4. അപ്പോൾ 8 കോർണേഴ്സ് ആയി, 8 മൂലകളായി. പിന്നെ വക്കുകളാണ്, എഡ്ജസ് എന്ന് പറയുന്നത് അത് 12 എണ്ണം. നമ്മൾ ക്യൂബിന് പഠിച്ച അതുപോലെ തന്നെയാണ് ഇതിനും വരുന്നത്. 1, 2, 3, 4 4 വക്കുകളായി. ഇവിടെ 4 എണ്ണം, ഈ ഓപ്പോസിറ്റ് 4 എണ്ണം, അങ്ങനെ 12 വക്കുകൾ. അപ്പോൾ ഏതൊക്കെയാണ്? 6 ഫേസസ്, 6 മുഖങ്ങളും അതുപോലെ 8 കോർണേഴ്സും 12 വക്കുകളുമുള്ള 3D ഷേപ്പാണ് ചതുരക്കട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫേസുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസുകൾ തുല്യമായിരിക്കും. അതായത് ഇതിൻ്റെ എതിർ വശങ്ങൾ, ഈ ഇവിടുത്തെ മുഖവും തുല്യമായിരിക്കും. അതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഭാഗവും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ഈ ഭാഗവും അതിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും സെയിം അളവായിരിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഭാഗവും തുല്യമായിരിക്കും. അങ്ങനെയാണ് ചതുരക്കട്ടയുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഏതായാലും ഇതിൻ്റെ പോയിന്റ് ബേസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് 6 മുഖങ്ങളും 8 മൂലകളും 12 വക്കുകളുമുള്ള ഒരു 3D ജോമെട്രിക്കൽ ഷേപ്പാണ് ചതുരക്കട്ട അഥവാ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വശങ്ങൾ, മുഖങ്ങൾ തുല്യമായിരിക്കും എന്നതുമാണ്. അടുത്തതായി പരിചയപ്പെടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണ്? നമുക്ക് സാധാരണ കണ്ട് പരിചയമുള്ള ഒന്നാണ് കോൺ, അല്ലെ? കോൺ എന്ന് പറയുന്നത് വൃത്തസ്തൂപിക. ഇങ്ങനെയാണ് ഇത് ശരിക്കും വെക്കുക, വൃത്തസ്തൂപിക. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇതിന് 2 ഫേസ് ആണ് ഉള്ളത്, അഥവാ 2 മുഖം. ഒന്നെന്താണ്? ഒന്നിങ്ങനെ ഈ ഭാഗമാണ് ഒരു ഫേസ് എന്ന് പറയുന്നത്, അടുത്തത് ഇതിന്റെ അടിഭാഗമാണ്. ഇങ്ങനെ 2 മുഖം മാത്രമുള്ള ഒരു 3D ഷേപ്പ് എന്ന് പറയുന്നത്, ഏക 3D ഷേപ്പ് എന്ന് പറയുന്നത് കോൺ അഥവാ വൃത്തസ്തൂപികയാണ്. ചോദ്യം എങ്ങനെയാണ് വരിക? 2 മുഖം മാത്രമുള്ള ത്രിമാന ജാമിതീയ രൂപം അഥവാ 3D ഷേപ്പ്, ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് കോണാണ്. അടുത്തതായിട്ട് ഇതിന്റെ അടിഭാഗം അഥവാ പാദം വൃത്തമായിരിക്കും, സർക്കിൾ ആയിരിക്കും ഇതിന്റെ അടിഭാഗം എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അത് കഴിഞ്ഞ് അതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു ശീർഷം കാണാം, ഒരു ബിന്ദു. ഈ ബിന്ദുവാണ് ശീർഷം അഥവാ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ മുകൾ ഭാഗത്തുള്ള ഈ പോയിന്റിനെയാണ് വെർട്ടെക്സ് അഥവാ ശീർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 2 ഫേസ് മാത്രമുള്ള 3D ജോമെട്രിക്കൽ ഷേപ്പാണ് എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തേത് ഇതിന്റെ പാദം അഥവാ അടിവശം, ബേസ് സർക്കിൾ ആയിരിക്കും, വൃത്താകൃതി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ആ കൂർത്ത ഭാഗം, ആ ബിന്ദുവാണ് ശീർഷം അഥവാ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ 3 പ്രത്യേകതയാണ് പ്രധാനമായിട്ടും കോണിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് സ്ക്വയർ പിരമിഡാണ് അഥവാ സമചതുര സ്തൂപിക. അതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം. ഇതിന് 5 വശങ്ങളാണ്, 5 മുഖങ്ങളാണുള്ളത്. 1, 2, 3, 4. ഈ 4 1, 2, 3, 4, അടിഭാഗം 5. ഇങ്ങനെ 5 മുഖങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ വക്കുകളുടെ എണ്ണം 8 വക്കുകളാണുള്ളത്. 1, 2, 3, 4. 4 വക്കുകൾ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ 1, 2, 3, 4. പിന്നെ ഇതിന്റെ അടിഭാഗത്ത് 1, 2, 3, 4. അങ്ങനെ 8 എഡ്ജസ് ആണുള്ളത്. അതുപോലെ തന്നെ 5 മുഖങ്ങളുമാണ് ഇതിനുള്ളത്. അങ്ങനത്തെ ത്രിമാന ജോമെട്രിക്കൽ ഷേപ്പാണ് ഈ പിരമിഡ് അഥവാ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ശീർഷമാണ് ഇത്. ഇനി ഇത് പോയിന്റ് ബേസിൽ നോക്കാം. 5 ഫേസുകളുള്ള 3D ജോമെട്രിക്കൽ ഷേപ്പാണ്. രണ്ടാമത്തേത് ഇതിന്റെ പാദം, അടിഭാഗം സമചതുരമായിരിക്കും. അതുപോലെ തന്നെ 8 എഡ്ജസ്, 8 വക്കുകൾ ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് റെക്ടാങ്കുലർ പിരമിഡ് അഥവാ ചതുര സ്തൂപികയാണ്. ചതുര സ്തൂപിക എന്ന് പറയുമ്പോൾ സമചതുര സ്തൂപികയിൽ നിന്നുള്ള വ്യത്യാസം പാദം റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും, അഥവാ അടിഭാഗം ചതുരത്തിലായിരിക്കും. ഇതിപ്പോൾ സ്ക്വയർ ആണ്, പക്ഷെ ഇത് കുറച്ചും കൂടെ നീളം ഉണ്ടാവും, അഥവാ ചതുരത്തിന് ഷേപ്പ് ആയിരിക്കും എന്തുണ്ടാവുക, റെക്ടാങ്കുലർ പിരമിഡ് ആവുക. ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ പോയിന്റ് വൈസ് ഒന്നുകൂടെ നോക്കാം. അതായത് റെക്ടാങ്കുലർ പിരമിഡ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 5 ഫേസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 8 വക്കുകൾ, എഡ്ജസും ഉണ്ടായിരിക്കും. പാദം എന്തായിരിക്കും? പാദം റെക്ടാങ്കുലർ ഷേപ്പ് അഥവാ ചതുരത്തിന്റെ ചതുരമായിരിക്കും. ഈ 3 പ്രത്യേകതകളാണ് ഇതിനുള്ളത്. വ്യത്യാസം ഒന്ന് മാത്രമാണ് ഇതിൽ നമ്മൾ പറഞ്ഞതിലുള്ളത്.
ഒന്ന് ചതുരസ്തൂപികയൊക്കെ ആകുമ്പോൾ പാദം ചതുരമായിരിക്കും. സ്ക്വയർ അഥവാ സ്ക്വയർ പിരമിഡ് ആകുമ്പോൾ പാദം സ്ക്വയർ ആയിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സാമാന്തരികം അഥവാ പാരലലോഗ്രാം ആണ് നോക്കുന്നത്. ഇത് ചതുരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെരിഞ്ഞ രൂപമായിട്ടാണ് കാണുന്നത്. ഇതിൽ 4 വശങ്ങളുണ്ട്. 4 വശങ്ങൾ നിങ്ങൾക്ക് കാണാം. 4 കോർണറുകളും മൂലകളുമുണ്ട്. 1 2 3 4 4 മൂലകളും 4 വശങ്ങളുമുണ്ട്. ഇതിൽ പിന്നെ അടുത്തത് എതിർ വശങ്ങൾ സമാന്തരമായിരിക്കും, തുല്യവുമായിരിക്കും. അഥവാ എതിർ വശങ്ങൾ എന്ന് പറയുന്ന ഈ രണ്ട് വശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും. അതാണ് സാമാന്തരികത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഈ 4 കോർണറുകളും തുല്യമല്ല, പകരം ഈ കോർണറും തുല്യമാണ്. അഥവാ ഓപ്പോസിറ്റ് കോർണേഴ്സ് എന്താണ്? തുല്യമാണ്. ഈ കോർണർ അഥവാ ഇതും തുല്യമാണ്. ഈ 2 കോർണറും ഓപ്പോസിറ്റ് മൂലകളായ കോർണേഴ്സായ ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പോയിന്റ് ബേസ് നോക്കാം. സാമാന്തരികത്തിന് 4 വശങ്ങളും 4 മൂലകളുമുള്ള സംവൃത രൂപം അഥവാ ക്ലോസ്ഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തേത് എതിർ വശങ്ങൾ സമാന്തരവും തുല്യ അളവുമായിരിക്കും എന്നതാണ്. മൂന്നാമത്തേത് 4 കോണുകളും തുല്യമല്ല, പകരം എതിർ കോണുകൾ തുല്യ അളവായിരിക്കും.